ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില കുറവിൽ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വാഴയിൽ നിന്നുള്ള കുല പഴുത്ത് കിട്ടുമ്പോഴോ ഒക്കെ കുറച്ച് അധികം പഴം വീട്ടിലുണ്ടാവാറില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന പഴം ഒരൊറ്റ എണ്ണം പോലും കേടായി പോകാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ ഉള്ളി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇതുപോലുള്ള ചീഞ്ഞ ഉള്ളിയൊക്കെ കാണാറില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിക്കൊട്ടയിലാണെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു ചീഞ്ഞ ഉള്ളികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഉള്ളികളൊന്നും നമുക്ക് കറി വയ്ക്കാൻ കൊള്ളില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വെറുതെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയും. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചിലരൊക്കെ ഇത് വളമായിട്ട് ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ വേസ്റ്റാക്കി വലിച്ചെറിയുന്ന ഈ ചീഞ്ഞ ഉള്ളികളിൽ കുറേയൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് നമ്മുടെ തന്നെ ഫുഡാക്കി എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് കറിക്ക് കൊള്ളാത്ത ഉള്ളികളൊക്കെ നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ നിന്നും എടുത്തു മാറ്റണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഉള്ളികൾ കൂടി ഇതിൻ്റെ ഒപ്പം കിടന്ന് ചീഞ്ഞു പോകും. വേസ്റ്റായ ചീഞ്ഞ ഉള്ളികളെല്ലാം കളക്ട് ചെയ്ത് ഒരു ഭാഗത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പരന്ന പാത്രമാണ്. ഈ പരന്ന പാത്രത്തിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മണ്ണ് കിട്ടുമെങ്കിൽ മണ്ണെടുക്കാം, ഇല്ലെങ്കിൽ ചകിരിച്ചോറ് എടുത്താലും മതി. ഇനി നമ്മൾ ആ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ചീഞ്ഞ ഉള്ളിയെല്ലാം എടുത്ത് ഈ മണ്ണിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതായത് ഉള്ളിയുടെ ആ വേര് വരുന്ന ഭാഗമില്ലേ, അത് വേണം മണ്ണിലേക്ക് വെച്ച് കൊടുക്കാൻ. ഉള്ളിയെല്ലാം മണ്ണിലേക്ക് വെച്ചതിന് ശേഷം ഒരല്പം വെള്ളം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മണ്ണൊന്ന് നനഞ്ഞിരുന്നാൽ മാത്രം മതി. അധികം വെള്ളമായാൽ നമ്മുടെ ഉള്ളി ചീഞ്ഞു പോകും. 2 ദിവസം കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഉള്ളി വളർന്ന് ഇതുപോലെ നിറയെ ഉള്ളിത്തണ്ട് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം ഉള്ളികളും മുളച്ച് കിട്ടും. ചിലതൊക്കെ മാത്രമാണ് ഒന്നിനും കൊള്ളാത്തതായിട്ടുണ്ടാവുള്ളൂ. കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സ്പ്രിംഗ് അണിയനില്ലേ, അതാണ് നമ്മുടെ ചീഞ്ഞ ഉള്ളി കൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് മുറിച്ചെടുത്ത് മുട്ട ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൂപ്പിലിടാം. അതും അല്ലെങ്കിൽ നമ്മുടെ നോൺ വെജ് കറികളിലൊക്കെ നമ്മൾ സ്പ്രിംഗ് അണിയൻസ് ഇടാറില്ലേ, അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇത് നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നമുക്കിതിന്ന് ഉള്ളിത്തണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഉള്ളിക്കൊട്ടയിൽ ചീഞ്ഞ ഉള്ളി ഉണ്ടെങ്കിൽ വേഗം എടുത്തുകൊണ്ട് വന്ന് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക. ഒരൊറ്റ ഉള്ളി പോലും നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ടി വരില്ല. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളാകുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതൊരു ടിപ്പല്ല കേട്ടോ, ഒരു പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. മൊബൈൽ ഫോണൊക്കെ നമ്മൾ ചാർജ് ചെയ്തെടുക്കുന്നത് ഒന്നുകിൽ ടേബിളിന് മുകളിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കബോർഡ്സിനുള്ളിലൊക്കെ വെച്ചാണ് ഇത് ചാർജ് ചെയ്തെടുക്കാറുള്ളത്. ചില റൂമിലൊക്കെ ടേബിൾ ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റിയ ഷെൽഫോ കബോർഡ്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. വാൾ ഫിക്സിംഗ് മൊബൈൽ സ്റ്റാൻഡ്. അതായത് നമ്മുടെ ഭിത്തിയിൽ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വിച്ചോ പ്ലഗോ ഉള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് വെക്കാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവരെടുക്കാത്ത രീതിയിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. വലിയ വിലയൊന്നുമില്ലാത്ത ഈ സ്റ്റാൻഡ് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 പാരസെറ്റമോൾ ഗുളികയാണ് എടുത്തിട്ടുള്ളത്. ഗുളിക നമുക്കൊരു പേപ്പറിലേക്ക് വെച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. മെഡിസിനായിട്ട് കഴിക്കാൻ മാത്രമായിട്ടുള്ളതല്ല കേട്ടോ നമ്മുടെ ഈ പാരസെറ്റമോൾ ഗുളിക. ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ്. ഇതാ ഞാനിവിടെ ഗുളിക നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലുള്ള അഴുക്ക് പിടിച്ച് ചവിട്ടിയൊക്കെ കഴുകിയെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കുറേ വെള്ളത്തിലേക്ക് കുറേ സോപ്പ് പൊടി കലക്കി പതപ്പിച്ച് ഇത് കുറേ നേരം അങ്ങോട്ട് മുക്കി വയ്ക്കും. എന്നിട്ട് കൈ കൊണ്ട് കഴുകിയെടുക്കും. ഇനി അതൊന്നും വേണ്ട കേട്ടോ. സോപ്പ് പൊടിയോ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര അഴുക്ക് പിടിച്ച് ചവിട്ടിയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാൽ പോലെ വെളുപ്പിച്ചെടുക്കാം. ആ ഒരു ടിപ്പ് കണ്ടു നോക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന പാരസെറ്റമോൾ ഗുളികയില്ലേ, അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചവിട്ടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം എടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചവിട്ടിയിൽ അഴുക്കെല്ലാം പോയി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, അതായത് നോർമൽ വാട്ടർ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഗുളിക പൊടിച്ചതും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ അഴുക്ക് പിടിച്ച ചവിട്ടികൾ ഈ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു ചവിട്ടി കഴുകാനായിട്ട് 2 ഗുളികയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന ചവിട്ടിയുടെ എണ്ണ അനുസരിച്ച് ഗുളികയുടെയും ബേക്കിംഗ് സോഡയുടെയും അളവ് കൂട്ടിയെടുക്കണം.
ഇത് നന്നായിട്ട് അഴുക്ക് പിടിച്ചൊരു ചവിട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഏകദേശം അരമണിക്കൂർ നേരത്തേക്ക് ഞാനിത് വെള്ളത്തിൽ മുക്കിയിടുന്നുണ്ട്. ദാ കണ്ടോ, വെറും അരമണിക്കൂർ മാത്രം മുക്കിയിട്ടപ്പോഴേക്കും നമ്മുടെ ചവിട്ടിയിൽ അഴുക്കെല്ലാം വെള്ളത്തിലേക്ക് അലിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. സോപ്പ് പൊടിയോ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ കൈകൾക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അഴുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചവിട്ടി നല്ല വെള്ളം ഒഴിച്ച് ഒരു 3 പ്രാവശ്യം കഴുകിയെടുക്കാം. എന്നിട്ട് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തപ്പോൾ നമ്മുടെ ചവിട്ടി കണ്ടോ, നല്ല പുതുപുത്തനായിട്ട് പാൽ നിറത്തിൽ വെളുത്ത് വന്നേക്കുന്നത്. ആ കട്ട പിടിച്ചിരുന്ന അഴുക്കെല്ലാം നമ്മുടെ ചവിട്ടിയിൽ നിന്ന് നിശേഷം മാറിക്കിട്ടി. അപ്പോൾ ഇനി എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ പാരസെറ്റമോൾ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. ഇതുപോലുള്ള ക്ലീനിങ് പർപ്പസിന് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ചവിട്ടിയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ വസ്ത്രങ്ങളിലെ അഴുക്കും കറയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാനും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ ഗുളിക മാത്രം മതി. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിലപ്പോഴൊക്കെ വില കുറയുന്ന സമയത്ത് ഇതുപോലുള്ള പഴമൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങാറില്ലേ? അതുപോലെ തന്നെ കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിലെ വാഴക്കൊല പഴുത്തായാലും ഇതുപോലുള്ള പഴമൊക്കെ ഉണ്ടാവാറില്ലേ? ഇങ്ങനെ കൂടുതൽ പഴമൊക്കെ കിട്ടുമ്പോൾ നമുക്കത് മുഴുവനോടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? കുറച്ചൊക്കെ കഴിക്കും, ബാക്കിയൊക്കെ വെറുതെ ചീഞ്ഞെടുത്ത് കളയും. അതല്ല ചെയ്യാറ്. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര കുല പഴമാണെങ്കിലും അല്ലെങ്കിൽ എത്ര വില കുറവിൽ വാങ്ങുന്ന പഴമാണെങ്കിലും ഒരെണ്ണം പോലും വേസ്റ്റാക്കി കളയേണ്ടി വരില്ല. ഇതിവിടെ എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ പഴമാണ് കേട്ടോ. ഇത്രയൊക്കെ കഴിച്ചപ്പോഴേക്കും എല്ലാവർക്കും മതിയായി. ഇതിൽ നിന്നും ഒരൊറ്റ എണ്ണം പോലും വേസ്റ്റാക്കാതെ ഞാനിതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ആ പഴത്തിൻ്റെയൊക്കെ തോലൊന്ന് കളഞ്ഞെടുക്കാം. ഓരോ പഴവും എടുത്ത് നീളത്തിൽ ഇതുപോലെ 2-3 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ നീളത്തിൽ തന്നെ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. റൗണ്ട് ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ പഴമാണെങ്കിൽ അതിൽ പെസ്റ്റിസൈഡ്സോ അതുപോലെ രാസവളങ്ങളോ ഒന്നും ഇടാത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇതുപോലുള്ളതൊന്നും ഒരെണ്ണം പോലും നമ്മൾ വെറുതെ കളയരുത്. തോല് കളഞ്ഞെടുത്ത മുഴുവൻ പഴവും ഞാനിവിടെ നല്ല സ്ലൈസായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത പഴമെല്ലാം നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള പരന്ന പാത്രങ്ങളിലേക്ക് നിരത്തി കൊടുക്കാം. 2-3 പാത്രങ്ങളിലേക്ക് നിരത്തിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. പിന്നെ ഞാനിത് ടെറസിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. നിങ്ങൾ മുറ്റത്തൊക്കെ വെച്ചാണ് പഴം ഉണക്കുന്നതെങ്കിൽ പ്രാണികളും പൊടികളൊക്കെ നമ്മുടെ പഴത്തിലേക്ക് വരാതിരിക്കാനായിട്ട് കനം കുറഞ്ഞ ഒരു ഷോളോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിരിച്ചിടണം. ഇപ്പോൾ നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. രാവിലെ വെയിലത്ത് വയ്ക്കുന്ന പഴം 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പഴം പാകത്തിന് ഉണങ്ങിക്കിട്ടും. ഇതാ കണ്ടോ, ഞാനിവിടെ പഴം എല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഡ്രയറോ ഓവനോ ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തും നമുക്കിതുപോലെ തന്നെ പഴമൊക്കെ ഉണക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്